ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ 8ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 115 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ പവേഴ്സ് ബിലോ ആസ് ഫ്രാക്ഷൻസ്. കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിനൊക്കെ എന്താക്കി മാറ്റണം? ഫ്രാക്ഷൻസ് ആക്കിയിട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2/3 ഓൾ റേസ് ടു 2 അല്ലേ. 2/3 2 തവണ എഴുതി ഗുണിക്കുന്നതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 ഓൾ സ്ക്വയർ അല്ലെങ്കിൽ 2/3 ഓൾ റേസ് ടു 2 എന്നുള്ളതിനെ 2/3 ഇൻറ്റു 2/3 എന്ന് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക? രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ന്യൂമറേറ്ററുകൾ തമ്മിലും ഗുണിക്കണം, അതുപോലെ താഴെ ഡിനോമിനേറ്ററുകൾ തമ്മിലും ഗുണിക്കണം അല്ലേ. ഇപ്പം ന്യൂമറേറ്റർ എന്താണ്? 2ഉം 2ഉം ആണ്. അപ്പോൾ 2 × 2 മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക, താഴെ ഡിനോമിനേറ്റർ ആയിട്ട് എന്താ വരിക? 3 × 3 ആണ് അല്ലേ. അപ്പോൾ 2 × 2 എത്രയാ? 4. 3 × 3 9 ആണ്. അപ്പം 4/9 നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1/2 ഓൾ റേസ് ടു 2 ആണ് കാണേണ്ടത് അല്ലേ. അപ്പം അതായത് 1/2 2 തവണ ഗുണിച്ചത് 1/2 ഇൻറ്റു 1/2 ആണ് നമ്മൾ കാണേണ്ടത്. ഇനി നമുക്ക് ആ 1/2 എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ഒന്ന് മാറ്റി എഴുതണം. അപ്പോൾ എങ്ങനെയാണ്? ആ 1നെ താഴെയുള്ള 2 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് മേലുള്ള 1 അതിക്ക് ആഡ് ചെയ്യുക അല്ലേ. 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ക്ക് 1 കൂട്ടുമ്പോൾ 3. അപ്പോൾ 3 ആണ് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതേണ്ടത്. ഡിനോമിനേറ്റർ ഇതിൻ്റെ എത്രയാണോ അതന്നെ എഴുതുക. അപ്പോൾ 3/2 എന്ന് കിട്ടും. 1/2 നമ്മൾ മാറ്റി എഴുതുമ്പോൾ എന്താവും? 3/2 എന്ന് കിട്ടും. അപ്പോൾ 1/2 ഇൻറ്റു 1/2 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3/2 ഇൻറ്റു 3/2 എന്ന് എഴുതിയാൽ മതി. ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അംശങ്ങൾ, അതായത് ന്യൂമറേറ്ററുകൾ പരസ്പരം ഗുണിക്കുക, അതുപോലെ ഡിനോമിനേറ്ററുകൾ പരസ്പരം ഗുണിക്കുകയാണ് വേണ്ടത്. ഇവിടെ ന്യൂമറേറ്റർ 3 × 3 അല്ലേ. അതുപോലെ ഡിനോമിനേറ്ററോ 2 × 2 ആണ്. 3 × 3 എന്ന് പറയുമ്പോൾ 9 എന്ന് കിട്ടും. 2 × 2 എന്ന് പറയുമ്പോൾ 4 എന്നും കിട്ടും. അപ്പോൾ 9/4 നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2/5 ഓൾ റേസ് ടു 3 അല്ലേ. അതായത് 2/5നെ 3 തവണ ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? 2/5 ഇൻറ്റു 2/5 ഇൻറ്റു 2/5 എന്ന് എഴുതാം അല്ലേ. ഇനി എന്താ ചെയ്യുക? ഫ്രാക്ഷൻ നമ്പേഴ്സ് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂമറേറ്ററുകൾ പരസ്പരം ഗുണിക്കുക, അതുപോലെ ഡിനോമിനേറ്ററുകൾ പരസ്പരം ഗുണിക്കുക. ന്യൂമറേറ്റർ എന്താണ്? 2 × 2 × 2 ആണ്. അതുപോലെ ഡിനോമിനേറ്ററോ 5 × 5 × 5 ആണ്. 2 × 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 എന്ന് കിട്ടും അല്ലേ. 5 × 5 × 5 5 25 25 × 5 125 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് 8/125 എന്ന് ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2/1/2 ഓൾ റേസ് ടു 3 ആണ് കാണേണ്ടത് അല്ലേ. 2/1/2നെ 3 തവണ ഗുണിക്കണം. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 2/1/2 ഇൻറ്റു 2/1/2 ഇൻറ്റു 2/1/2 എന്ന് എഴുതാം അല്ലേ. ഇനി അതിനെ നമുക്ക് ആ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ മാറ്റി എഴുതണം. എങ്ങനെയാണ് മാറ്റുക? ആ 2നെ താഴെയുള്ള 2 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് മേലുള്ള 1 അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് അതാണ് എന്തായിട്ട് വരിക? ന്യൂമറേറ്റർ ആയിട്ട് വരിക. അപ്പോൾ ഇത് 2 × 2 4 ആണ്. 4ക്ക് 1 കൂട്ടുമ്പോൾ 5 ആണ് അല്ലേ. അപ്പോൾ 5 ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ഡിനോമിനേറ്റർ ഇതിൻ്റെ എത്രയാണോ അതന്നെ എഴുതാൻ വേണ്ടത്. 2/1/2 ഡിനോമിനേറ്റർ എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ ആ 2 എന്ന് അങ്ങനെ എഴുതി. അപ്പോൾ 2/1/2 എന്നുള്ളതിന് പകരം നമ്മൾ 5/2 എന്ന് എഴുതി. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 5/2 ഇൻറ്റു 5/2 ഇൻറ്റു 5/2 എന്ന് എഴുതാം അല്ലേ. 2/1/2 ഓൾ റേസ് ടു 3 എന്നുള്ളതിന് പകരം നമുക്ക് അങ്ങനെ എഴുതാം. ഇനി അതെങ്ങനെയാണ് ഗുണിക്കുന്നത്? നോക്കൂ, നമുക്കറിയാം ന്യൂമറേറ്ററുകൾ പരസ്പരം ഗുണിക്കുക, ഡിനോമിനേറ്ററുകൾ പരസ്പരം ഗുണിക്കുക. ന്യൂമറേറ്റർ എന്താണ്? 5 × 5 × 5 ആണ് അല്ലേ. ഡിനോമിനേറ്ററോ 2 × 2 × 2 ആണ്. അപ്പോൾ 5 × 5 × 5 എത്രയാണ്? 125 ആണ് അല്ലേ. 5 × 5 25 25 × 5 125. താഴെ 2 × 2 × 2 2 2 4 4 × 2 8 ആണ്. ഇനി നമുക്ക് ആ 125/8 എന്നുള്ളതിനെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതണം. അപ്പോൾ എങ്ങനെയാണ് അത് മാറ്റുക? 125നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടുന്നത് ആദ്യം എഴുതാം. 125ൽ എത്ര 8 ഉണ്ട്? 15 അല്ലേ. അപ്പോൾ 15 എന്ന് എഴുതാം. പിന്നെ റിമൈൻഡർ വരുന്നത് പിന്നെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. റിമൈൻഡർ എത്രയാണ്? 5 എന്ന് വരും. 5 നമ്മൾ മുകളിൽ എഴുതുക. പിന്നെ ആ താഴെയുള്ള 8 അതേപോലെ തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും ചെയ്യുക. അപ്പോൾ 15 5/8 നമുക്ക് ആൻസറായിട്ട് എഴുതാൻ പറ്റും. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ആവുന്ന സന്ദർഭങ്ങൾ, അതായത് മുകളിലുള്ളത് വലുതും താഴെയുള്ളത് ചെറുതും ആവുന്ന ആ ഒരു അവസരത്തിലാണ് നമ്മളിങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതേണ്ടത് കേട്ടോ. ഇനി ഈ പേജിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ പവേഴ്സ് ബിലോ ഇൻ ഡെസിമൽ ഫോം. എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ആ പവേഴ്സിനൊക്കെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ എന്താണ്? 0.5ൻ്റെ സ്ക്വയർ കാണാൻ അല്ലേ. 0.5 റേസ് ടു 2 എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
0.5 ഇൻറ്റു 0.5 അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പേഴ്സിന് എങ്ങനെയാണ് ഗുണിക്കൽ എങ്ങനെയാണ്? അപ്പോൾ പോയിന്റ് ഇല്ലാതെ ഗുണിച്ച് നോക്കുക. അതായത് 5 ഇൻറ്റു 5 ഗുണിക്കുക. 5 ഇൻറ്റു 5 എത്രയാണ്? 25 അല്ലേ. അപ്പോൾ 25 എന്ന് എഴുതുക. എന്നിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമാണ് ക്വസ്റ്റ്യനിലുള്ളത് നോക്കുക. അപ്പോൾ 0.5ഉം 0.5 രണ്ടിലും ഓരോന്നുണ്ട്. അപ്പോൾ ആൻസറിൽ 2 എണ്ണം വേണം. അപ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റിയിട്ട് 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? 0.25 എന്നായില്ല. അപ്പോൾ നമുക്ക് 0.25 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1.5 റേസ് ടു 2 എത്രയാണെന്നാണ് കാണേണ്ടത് അല്ലേ. അതായത് 1.5 ഇൻറ്റു 1.5 എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ പോയിന്റ് ഇല്ലാതെ ആ സംഖ്യനെ ഒന്ന് ഗുണിച്ച് നോക്കുക. അതായത് 15നെ 15 കൊണ്ട് ഗുണിച്ച് നോക്കുക. 15 ഇൻറ്റു 15 എത്രയാണ്? 225 ആണ് അല്ലേ. അപ്പോൾ 225 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? അതിന് 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായത് 1.5ലും ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ടൊരു സംഖ്യ, അടുത്ത 1.5ലും ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ടൊരു സംഖ്യ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ആൻസറിൽ 2 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് വലത്തുനിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണ് വായിക്കുക? 2.25 നമുക്ക് ആൻസർ കിട്ടും. ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 0.1 റേസ് ടു 3 ആണ് കാണേണ്ടത് അല്ലേ. 0.1നെ 3 തവണ എഴുതി ഗുണിക്കുക. അതായത് 0.1 ഇൻറ്റു 0.1 ഇൻറ്റു 0.1 ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നോക്കൂ, 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാണ്? 1 തന്നെയാണ് അല്ലേ. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 ആണ്. വീണ്ടും 1 കൊണ്ട് തന്നെ ഗുണിച്ചാലും 1 തന്നെയാണ്. അപ്പോൾ 1 എന്നാണ് ആൻസർ കിട്ടുന്നത്. പക്ഷേ പോയിന്റിൻ്റെ സ്ഥാനം, എത്ര സ്ഥാനം വേണം പോയിന്റ് കഴിഞ്ഞിട്ട്? 3ലും ഓരോ പോയിന്റ് കഴിഞ്ഞിട്ട് ഓരോ സംഖ്യ ഉണ്ട്. അപ്പോൾ ആൻസറിലും എന്ത് വേണം? 3 സ്ഥാനം മാറ്റിയിട്ട് വേണം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് എഴുതേണ്ടത്? 0.001 എന്ന് എഴുതുക അല്ലേ. 1ൻ്റെ ഈ ഭാഗത്തേക്കായിട്ടാണ് 0 ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 3 സ്ഥാനം വേണ്ടത് കൊണ്ട് തന്നെ 1 എന്നുള്ളത് ഒരു സംഖ്യയുള്ളൂ, പിന്നെ 2 0 കൂടി ഇട്ടിട്ട് വേണം പോയിന്റ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ 0.001 എന്നാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഇനി ഇതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 0.01 റേസ് ടു 3 അല്ലേ. 0.01 ഇൻറ്റു 0.01 ഇൻറ്റു 0.01 എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടത്? ഇതിലും 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാണെന്ന് നോക്കുക. 1 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. പക്ഷേ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണം? ഓരോന്നിലും ഈ 2 സംഖ്യകൾ വേണം അല്ലേ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 6 സംഖ്യ വേണം. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞത് 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കി 5 സംഖ്യയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.0001 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി ഇതിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യൂസിങ് 15 റേസ് ടു 3 is equal to 3375. കാൽക്കുലേറ്റ് ദ പവേഴ്സ് ബിലോ. എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത് 1.5 റേസ് ടു 3 അല്ലേ. 1.5ൻ്റെ ക്യൂബ് കാണുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? 1.5ന് 15ൻ്റെ ക്യൂബ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3375 ആണെന്ന്. അപ്പോൾ അത് എഴുതുക. എന്നിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണം? ക്യൂബ് ആയതുകൊണ്ട് തന്നെ 3 എണ്ണം കൊണ്ടല്ല. 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 1.5 അങ്ങനെ 3 പ്രാവശ്യമാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ അതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഓരോന്നിനും ഓരോന്നുണ്ട്. അപ്പോൾ 3 സ്ഥാനം മാറ്റിയിട്ട് വേണം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ 3375ൽ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? വലതുനിന്ന് ഇടത്തോട്ടാണ് നമ്മൾ സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ എന്തായി? 3.375 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇനി അടുത്ത ദിവസം നോക്കൂ. 0.15 റേസ് ടു 3 ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ എത്രയാണ്? പിന്നെ 15ൻ്റെത് 3375 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമ്മൾക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, പോയിന്റ് പിന്നെ 15ൻ്റെ 3 തവണ ഗുണിച്ചതാണ്. അപ്പോൾ ഓരോന്നിലും ഈ 2 എണ്ണം വേണം. പോയിന്റ് കഴിഞ്ഞിട്ട് ഈ 2 സംഖ്യകൾ വേണം. അപ്പോൾ എത്ര എണ്ണമായി? 3ലും ഈ 2 എണ്ണം വീതാവുമ്പോൾ 6 എണ്ണമായില്ലേ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 6 സംഖ്യ വരണം. അപ്പോൾ ഇവിടെ 3375 എന്നുള്ളതിൽ 4 അല്ലേ ഉള്ളൂ. പിന്നെ ബാക്കി 2 എണ്ണത്തിന് എന്ത് ചെയ്ത് കൊടുക്കുക? നമ്മൾ 0 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 0.003375 എന്ന് എഴുതാം അല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് 2 0 ഇട്ട് കൊടുത്തിട്ട് വേണം ആ 4 സംഖ്യകൾ എഴുതാൻ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 6 സംഖ്യകളായില്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടും. അതായത് 0.15 റേസ് ടു 3 എന്നുള്ളതിൻ്റെ ആൻസർ എന്താണ്? 0.003375 എന്നാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 0.015 റേസ് ടു 3 അല്ലേ. അപ്പോൾ ഇവിടെയും പോയിന്റിനെ നമ്മൾ മാറ്റി വെച്ചാൽ അവിടെ 15 ആണ്. 15ൻ്റെ ക്യൂബ് എത്രയാണ് തന്നിട്ടുണ്ടല്ലേ. 15 റേസ് ടു 3 എത്രയാണ് തന്നിട്ടുണ്ട്? 3375 ആണ്. ഇനി നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണം എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. എത്ര സ്ഥാനമാണ്? പോയിന്റ് കഴിഞ്ഞിട്ട് ആ ചോദ്യത്തിലുള്ളത് 3 എണ്ണമാണ്. അങ്ങനെ 3 എണ്ണത്തിലും 3 വീതം. അപ്പോൾ എത്രയായി? 9 എണ്ണം വേണം. അപ്പോൾ 9 സ്ഥാനം വേണം. 9 സംഖ്യകൾ വേണം പോയിന്റ് കഴിഞ്ഞിട്ട്.
ഇവിടെ പക്ഷേ 3375 എന്ന് പറഞ്ഞാൽ 4 സംഖ്യകളല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കി 5 നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ 0 എന്ന് കഴിഞ്ഞിട്ട് 5 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3375 എന്ന് എഴുതുക. അതായത് 0.0115 എന്നുള്ളതിൻ്റെ ആൻസർ എന്താണ്? 0.0000003375 എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഗുണിച്ച് നോക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. 15⁻3 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ വരണം എന്നുള്ളതും ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ആ സംഖ്യ വരാൻ വേണ്ടി നമ്മൾ എവിടെയാണ് 0 ചേർക്കുന്നുള്ളതും എന്ന് മാത്രം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.